ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗം വളരെയധികം വിലമതിക്കുന്ന ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ മനസ്സാണ് ഈ ശുശ്രൂഷ. മക്കളില്ലാതെ വേദനിക്കുന്ന ഒത്തിരിയേറെ ദമ്പതിമാരെ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ സഭയിലുണ്ട്. അവർ പലരും ദുഃഖിതരാണ്, നിരാശിതരാണ്, പലപ്പോഴും സമൂഹത്തിൽ അപമാനിതരും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. മക്കളില്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും മാനസികമായ ചില നൊമ്പരങ്ങളും വേദനകളും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ദമ്പതിമാരെ സ്വർഗം വളരെ വിലമതിക്കുകയാണ്. ഇവരുടെ സങ്കടങ്ങളും കണ്ണുനീരും പാഴായി പോകുവാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയാണ് ഷെക്കേന ന്യൂസിലൂടെ തുറന്നുള്ള എല്ലാ മാസവും ഒരു ദിവസം മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയുള്ള ഈ ഒരു പ്രത്യേക ശുശ്രൂഷ, ഹന്ന പ്രയർ. എൻ്റെ സഹോദരങ്ങളെ, എൽക്കാനയും ഹന്നയും അതീവ ദൈവഭയമുള്ള, ദൈവഭക്തിയിൽ ജീവിച്ച ഒരു വിശുദ്ധയായ സ്ത്രീയായിരുന്നു ഹന്ന. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങൊരു കുഞ്ഞിനെ എനിക്ക് നൽകിയ ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞിനെ ഞാൻ അങ്ങേക്കായി സമർപ്പിക്കും. ആ കുഞ്ഞ് അങ്ങേക്കു വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടതായിരിക്കും. അവളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഉത്തരം കൊടുക്കുകയാണ്. ഈ ഹന്നയിൽ നിന്നാണ് ശക്തനായ ദൈവത്തിൻ്റെ പ്രവാചകൻ സാമുവേൽ പിറന്നു വീഴുന്നത്. കർത്താവിനോട് ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിനെ സാമുവേൽ എന്ന് പേരിടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതുപോലെ ഹൃദയം നൊന്ത് വർഷങ്ങളായി മക്കൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ ദമ്പതിമാരെ ഈ സമൂഹത്തിൽ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ അപ്രകാരമുള്ള ഒരുപാട് ദമ്പതിമാരുണ്ട്. നമ്മുടെ മക്കള്, നമ്മുടെ സഹോദരി സഹോദരങ്ങളാകാം, നമ്മുടെ സ്നേഹിതരാകാം, നമ്മുടെ ബന്ധുമിത്രങ്ങളിൽ പലരുമാകാം, നമ്മുടെ പരിചയക്കാരോ നമ്മുടെ പ്രിയപ്പെട്ടവരാകാം. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ പരിപൂർണമായും ആശ്രയിക്കുക. അവിടുന്ന് സർവശക്തനും സർവാധിപനുമായ ദൈവമാണ്. ഹന്ന പ്രയർ ഈ ശുശ്രൂഷയിലേക്ക് വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 102 സങ്കീർത്തനം 28 വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, അങ്ങയുടെ ദാസന്മാരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും, അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുൻപിൽ നിലനിൽക്കും. എത്ര ശക്തമാണ് ഈ വചനം! കർത്താവേ, അങ്ങയുടെ ദാസന്മാരുടെ സന്തതി പരമ്പര അവിടുത്തെ സന്നിധിയിൽ നിലനിൽക്കും. നിലനിൽക്കുന്ന ഒരു തലമുറയെ കർത്താവ് നൽകി അനുഗ്രഹിക്കുകയാണ്. മക്കളില്ലാതെ വേദനിക്കുന്ന ഓരോ സഹോദരനും സഹോദരിക്കുമുള്ള കർത്താവിൻ്റെ പ്രോമിസാണിത്. നശിച്ചു പോകാത്ത, നിലനിൽക്കുന്ന ഒരു തലമുറയെ ഞാൻ നിങ്ങൾക്ക് നൽകും. നിലനിൽക്കുന്ന സന്തതി പരമ്പരകളെ കർത്താവ് അവർക്ക് പ്രദാനം ചെയ്യും. ആർക്കാണ് പ്രദാനം ചെയ്യുന്നത്? കർത്താവിൻ്റെ ദാസന്മാർക്ക്, അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക്,
കർത്താവിന്റെ പ്രോമീസിൽ വിശ്വസിക്കുന്നവർക്ക് നിലനിൽക്കുന്ന ഒരു തലമുറയെ സ്വർഗം നൽകുമെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വാഗ്ദാനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പലരും ഷെക്കേന ന്യൂസിലേക്ക് ഓരോ ദിവസം വിളിക്കാറുണ്ട്, ഞങ്ങളുടെ മകനെ കുഞ്ഞുങ്ങളില്ല, വിവാഹം കഴിഞ്ഞ് 7 വർഷമായി, 10 വർഷമായി, ഞങ്ങളുടെ മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല, വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി. ഇങ്ങനെ വളരെ വേദനയോടുകൂടി തങ്ങളുടെ മക്കൾക്ക് സന്തതി പരമ്പരയെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന നിയോഗവുമായി വിളിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്, സഹോദരി സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിപൂർണമായും കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ ഏത് ആവശ്യം നിറവേറ്റുവാൻ സകലത്തിനും അതിയായവനാണെന്നുള്ള ഉറപ്പോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മ നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മാവിനെ വിളിക്കുക, പ്രത്യേകമായി ഈ നിയോഗത്തിലേക്ക് ആത്മാവിനെ വിളിക്കുക. പരിശുദ്ധാത്മാവേ വരണമേ, ദൈവിക വാഗ്ദത്തങ്ങളുമായി വരണമേ, മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാരിലേക്ക് വരണമേ, തലമുറകളെ പ്രദാനം ചെയ്യണമേ, കുഞ്ഞുങ്ങളെ നൽകണമേ, സങ്കടങ്ങൾക്ക് ഉത്തരം നൽകണമേ, കണ്ണുനീരുകൾ തുടയ്ക്കണമേ, ഹൃദയവ്യഥകളെ മാറ്റണമേ. പരിശുദ്ധാത്മാവേ കരുണ കാണിക്കണമേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ഓ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ജെറമിയ പ്രവചനം 31-ാം അധ്യായം 16-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ സങ്കടങ്ങൾക്ക്, നിന്റെ കണ്ണുനീരുകൾക്ക്, നിന്റെ വേദനകൾക്ക്, നീ ഏറ്റ ഹൃദയത്തിന്റെ മുറിപ്പാടുകൾക്ക് കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ പ്രോമീസിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് പ്രതിഫലം നൽകുന്ന കർത്താവ്, നമുക്ക് വേണ്ടി തലമുറകളെ പ്രദാനം ചെയ്യുന്ന ദൈവം, കുഞ്ഞുങ്ങളെ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ വിശ്വസ്തത ഈ വചനത്തിൽ നമ്മുടെ ഹൃദയമുറപ്പിച്ച്, കർത്താവേ ഈ വചന അഭിഷേകത്താൽ ഞങ്ങളെ പൂരിതമാക്കണമേ, ഞങ്ങളെ മുദ്ര ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ, ഈ വചനത്തിന്റെ തീയായി, ഈ വചനത്തിന്റെ കാറ്റായി. ജെറമിയ പ്രവചനം 31:16 അഭിഷേകമായി ആത്മാവേ വരണമേ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാരിലേക്ക്, കുടുംബങ്ങളിലേക്ക് ആത്മാവേ വരണമേ. കണ്ണീർ തുടയ്ക്കണമേ, യാതനകൾക്ക് പ്രതിഫലം നൽകണമേ, തലമുറകൾ പ്രദാനം ചെയ്യണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു മനസ്സോടെ ഈ നിയോഗത്തിലേക്ക് ആത്മാവിനെ വിളിച്ച് നമ്മൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വരിക വരിക, പരിശുദ്ധാത്മാവേ. ആഗ്രഹത്തോടെ വിളിച്ചു പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവിനായി വിളിച്ച് ആത്മാവ് കടന്നു വരട്ടെ. ഈ വചനത്തിന്റെ തീ നമ്മിൽ പടരട്ടെ. എല്ലാ അടിസ്ഥാന കാരണങ്ങളിലേക്ക് കർത്താവിന്റെ തിരിച്ചൊരൊഴുകപ്പെടട്ടെ. മക്കളില്ലാത്ത അവസ്ഥകളിലേക്ക് കർത്താവിന്റെ രക്തം ഒഴുകട്ടെ. ശുദ്ധീകരിക്കപ്പെടട്ടെ. വിമോചനമുണ്ടാകട്ടെ. സൗഖ്യം പ്രാപിക്കട്ടെ. അനുഗ്രഹം കടന്നു വരട്ടെ. ലോർഡ് റിലീസ്. ഓരോ ദമ്പതിമാരിലേക്കും കൃപൊഴുകട്ടെ. മക്കളെ പ്രദാനം ചെയ്യുന്ന അഭിഷേകം, കുഞ്ഞുങ്ങളെ നൽകുന്ന അഭിഷേകം കർത്താവേ ദമ്പതിമാരിലേക്ക് പകരണമേ. ഇനിയും മക്കൾക്കും ഇനിയും കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന ദമ്പതിമാരെ, 1-2 കുഞ്ഞുങ്ങളുണ്ട്, ഓരോ ഇനിയും മക്കള് വേണം. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, പക്ഷെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്രകാരം വേദനിക്കുന്ന ദമ്പതിമാരിലേക്കും
കർത്താവേ കൃപ പകരണമേ, കൃപ 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 പകരണമേ. കരമുയർത്തി വിളിച്ച യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, ശക്തി പുറപ്പെടട്ടെ, ശക്തി പുറപ്പെടട്ടെ. കുഞ്ഞുങ്ങളെ പ്രദാനം ചെയ്യുന്ന ശക്തി, തലമുറകൾ നൽകുന്ന ശക്തി, ദമ്പതിമാരുടെ കണ്ണുനീര് മാറ്റുന്ന ശക്തി കർത്താവിൽ നിന്ന് പുറപ്പെടട്ടെ. റിലീസ്. സ്തുതിക്കുന്നു. ആമേൻ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആമേൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, നമ്മുടെ കർത്താവ് യഹോവ ജയറയാണ്, നമ്മെ കരുതുന്നവനാണ്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ഈ പ്രതിസന്ധി നമ്മൾ ഒറ്റയ്ക്കല്ല, കൂടെ കർത്താവുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, കർത്താവേ അത്ഭുതങ്ങൾ ചെയ്യണമേ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം, അത്ഭുതങ്ങൾ എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. ആമേൻ ആമേൻ ആമേൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, ഹല്ലേലൂയ, നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. ഇരു കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങുവാൻ, ആത്മാവിന്റെ ശക്തി വെളിപ്പെടുവാൻ ആഗ്രഹിച്ച് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. യേശുവേ, ഈശോയെ ഈശോയെ ഈശോയെ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കൃപകൾ ഒഴുകട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഉദരഫലം നൽകി കർത്താവേ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. വന്ധ്യമായ ഗർഭപാത്രങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമേ. അടഞ്ഞിരിക്കുന്ന ഗർഭപാത്രങ്ങളെ കർത്താവെ തുറക്കണമേ. റിലീസ്. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആമേൻ. ഇരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. ആമേൻ ആമേൻ. ഗ്ലോറി ഗ്ലോറി. അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളില. ആമേൻ. കർത്താവേ യഹോവ ജയറേ, യഹോവ ജയറേ, കരുതുന്ന ദൈവം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഈശോ 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 കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. എല്ലാം മറന്ന് എന്റെ സഹോദരി സഹോദരങ്ങളെ ഹൃദയനുറുക്കത്തോടെ കരമുയർത്തി നമ്മൾ ഒന്നിച്ച് വിളിക്കുകയാണ്. യേശുനാമം വിളിക്കുന്നു, യേശുനാമത്തെ വിളിക്കുന്നു. യേശുവേ, ഈശോയെ ഒന്നിച്ച് വിളിക്കുന്നു. യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കൃപകൾ ഒഴുകട്ടെ, കൃപകൾ ഒഴുകട്ടെ. കർത്താവേ കണ്ണുനീര് തുടയ്ക്കണമേ, ഹൃദയവേദനകൾ മാറ്റണമേ, മനസ്സിന്റെ സങ്കടങ്ങളെ ദൂരീകരിക്കണമേ. മക്കളില്ലാത്ത പ്രിയപ്പെട്ടവരിലേക്ക് കൃപ ചൊരിയണമേ, അവരോട് കരുണ കാണിക്കണമേ, തലമുറകളെ പ്രദാനം ചെയ്യണമേ. കർത്താവേ അനേക വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാരെ കരം നീട്ടി അനുഗ്രഹിക്കണമേ. Lord bless, bless, bless Lord. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ മാതാവേ, നമ്മ ഈശോയെ ഗർഭം ധരിച്ചതുപോലെ
അനേകം മക്കളില്ലാത്ത ദമ്പതിമാരെ കർത്താവിൻ്റെ പിറവി തിരുനാളിനനുബന്ധിച്ച് അവർ ബ്ലെസ്സഡ് ആകുവാൻ, അവിടെ നിയോഗം കർത്താവിനാൽ ആശീർവദിക്കപ്പെടുവാൻ, അവരുടെ സങ്കടങ്ങൾക്ക് ഉത്തരമുണ്ടാകുവാൻ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ മക്കളെ സ്വീകരിക്കുവാൻ അമ്മ മാതാവേ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കണമേ. ശൗസേ പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ഇപ്രകാരം വേദനിക്കുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. സകല വിശുദ്ധരെ മാലാഖമാരെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വളരെ പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷയാണ് കർത്താവ് നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. ഹന്ന പ്രയർ. മക്കളില്ലാതെ വേദനിക്കുന്ന ഒരുപാട് ദമ്പതിമാർ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. നമ്മുടെ ബന്ധുമിത്രങ്ങളിലും പരിചയക്കാരിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലെല്ലാം മക്കളില്ലാതെ നൊമ്പരപ്പെടുന്ന ഒത്തിരിയേറെ ദമ്പതിമാരെ നമ്മൾ കാണുന്നുണ്ട്. ഓരോ വർഷവും ഇതിൻ്റെ കണക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ഇന്ന് വേദനയിലാണ്. പലരും ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരു കുഞ്ഞിക്കാല് കാണുവാൻ, ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ ഞങ്ങൾ എന്തുമാത്രം ആശിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പലരും നിരാശപ്പെടുന്നു, പലരും യാന്ത്രികമായി ജീവിക്കുന്നു, മറ്റു പലരും ഒരു നിസ്സംഗതയിലേക്ക് പോയിരിക്കുന്നു. കുറച്ചു പേരൊക്കെ പ്രത്യാശയോടെ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഉൽപ്പത്തിയുടെ പുസ്തകം 30-ാം അധ്യായം 1-2 വചനങ്ങളിൽ യാക്കോബിൻ്റെ ഭാര്യയായ റാഹേല് പറയുന്നൊരു കാര്യമുണ്ട്. യാക്കോബിന് മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിന് തൻ്റെ സഹോദരിയോട് അസൂയ തോന്നി. അവൾ യാക്കോബിനോട് പറഞ്ഞു, എനിക്ക് മക്കളെ തരുക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. യാക്കോബ് കോപിച്ച് അവളോട് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? അവിടെ നിന്നല്ലേ നിനക്ക് സന്താനം നിഷേധിച്ചിരിക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ, വളരെ വേദനയോടെ യാക്കോബിൻ്റെ ഭാര്യയായ റാഹേല് തൻ്റെ പ്രിയ ഭർത്താവിനോട് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. ആ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. എനിക്ക് മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. എൻ്റെ സഹോദരങ്ങളെ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഉള്ള മരണതുല്യമായ വേദന, അത് ഭയങ്കരമായൊരു വേദനയാണ്. നമുക്കത് പ്രസംഗിക്കാൻ എളുപ്പമാണ്, കേട്ടിരിക്കാൻ എളുപ്പമാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ ദൈവഭക്തരായ മക്കൾക്ക് ജന്മം നൽകുക എന്നുള്ളതാണ്. മക്കളില്ലാത്ത അവസ്ഥ വളരെ കൈപ്പേറിയ, നമ്മെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന മരണതുല്യമായ അനുഭവമാണെന്ന് റാഹേലിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവൾ പറഞ്ഞു, ഞാൻ മരിക്കും, എനിക്ക് മക്കളെ വേണം. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഈ അവസ്ഥ കണ്ട് വേദനയോടെ യാക്കോബ് പറയും, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? റാഹേലേ, ദൈവമല്ലേ നമുക്ക് മക്കളെ നൽകേണ്ടത്? എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് ദമ്പതിമാര് വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും കാത്തിരുന്നിട്ടും മക്കളെ ലഭിക്കാത്തത് മൂലം വേദനയോടെ ഇരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ ഈ വിഷയത്തുള്ള ബന്ധത്തിൽ നിങ്ങൾ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുക. അവരുടെ പേരും
ഡീറ്റെയിൽസൊക്കെ എഴുതി നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാന പ്രകാരമാണ് ഷെക്കേന ന്യൂസിലൂടെ തുടർന്നുള്ള എല്ലാ മാസത്തിലും ഒരു ദിവസം ഹന്ന പ്രയർ ഈ ശുശ്രൂഷ നടത്തുവാൻ സ്വർഗം തീരുമാനിച്ചിരിക്കുന്നത്. അനേകർക്ക് ആശ്വാസമായി അനുഗ്രഹമായി കർത്താവ് ശുശ്രൂഷയെ മാറ്റുകയാണ്. അപ്പം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്കതിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. ആ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഒപ്പം തന്നെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ആവശ്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് വചനത്തിലോട്ട് വരാം. എൻ്റെ സഹോദരങ്ങളെ, മരണതുല്യമായ വളരെ കൈപ്പേറിയ ഒരനുഭവമാണ് മക്കളില്ലാത്തൊരവസ്ഥ. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 1 വചനത്തിൽ എന്താണ് ഈശോ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന ഈ വേദനയ്ക്കുള്ള ഉത്തരമാണ് ഈ വചനത്തിലൂടെ ആത്മാവ് നൽകുന്നത്. ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഒരിക്കലും സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷമായി. മക്കളില്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും കുടുംബത്തിൽ പോലും ഞങ്ങൾ ഒറ്റപ്പെടുന്നു. വീട്ടിലൊരു ഫംഗ്ഷൻ വന്നാൽ, വിവാഹമാകട്ടെ മറ്റെന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആകട്ടെ, പലപ്പോഴും ഞങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നു. ഞങ്ങൾക്ക് മക്കളില്ല എന്ന് പറയാൻ വീട്ടിലുള്ള പലർക്കും മടിയാണ്. വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഇനി അതെന്തെങ്കിലും ഒരു നെഗറ്റീവാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പലരും ചിന്തിക്കുന്നു. തന്മൂലം പലപ്പോഴും ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു. എല്ലാവരുടെ അവസ്ഥയല്ല പറയുന്നത്. എന്നാൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പല സഹോദരി സഹോദരന്മാരും നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ആ സഹോദരി വേദനയോടുകൂടി പറയുകയാണ്, ഞങ്ങൾ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നു. 1-2 അനുഭവങ്ങൾ ഇതിനോട് ബന്ധത്തിൽ ആ സഹോദരി പങ്കുവെച്ചു. ഇന്ന് കുട്ടികൾക്ക് തിരുവാല സഖ്യമുണ്ട്, യുവജനങ്ങൾക്ക് KCY ഉണ്ട്, അത് അല്ലെങ്കിൽ CLC ഉണ്ട്, മിഷൻ ലീഗ് ഉണ്ട്. നമ്മുടെ ടീനേജേഴ്സിന് വേണ്ടി അപ്പന്മാർക്കുള്ള സംഘടന, അമ്മമാർക്കുള്ള സംഘടന, തൊഴിലാളികൾക്കുള്ള സംഘടന എന്ന് വേണ്ട ഒരുപാട് സംഘടനകൾ ഇന്ന് നമ്മുടെ സഭയിലുണ്ട്. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി ഒരു സംഘടനയുമില്ല. ആരും അത് വേണ്ട വിധം കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന് വേദനയോടുകൂടി ആ സഹോദരി പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് വ്യക്തികൾ ഈ വിഷയം മൂലം വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവായ യേശുവിൽ എന്നിലും വിശ്വസിക്കുക. ഇത് ഈശോയുടെ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 15 വചനത്തിൽ കല്ലറയ്ക്ക് വെളിയിൽ കാത്തുനിന്ന മറിയത്തിന്റെ സ്നേഹത്തിന് മുൻപിൽ കർത്താവ് നിർബന്ധിതനാവുകയാണ്. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിച്ച്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും നോക്കി മക്കളില്ലാതെ വേദനിക്കുന്ന, നൊമ്പരപ്പെടുന്ന അനേകം ദമ്പതിമാരെ നോക്കി കർത്താവ് ചോദിക്കുക, നീ എന്തിനാണ് കരയുന്നത്? നിന്റെ വേദന എന്താണ്? നിന്റെ ദുഃഖം എന്താണ്? നീ എന്തിനോർത്ത നെടുവീർപ്പെടുന്നത്? നിനക്ക് കുഞ്ഞുങ്ങളില്ലേ? നിനക്ക് മക്കളില്ലേ? കർത്താവ് പറയാ, നീ അസ്വസ്ഥപ്പെടേണ്ട, നീ പ്രയാസപ്പെടേണ്ട, നീ എന്തിനാണ് കരയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുവാനാണ് ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 30 അധ്യായം 23 വചനം. ആ വചനം എല്ലാവരും ഒരുമിച്ച് ശ്രദ്ധിച്ചെന്ന് വായിച്ച്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്,
അത് നിഷ്പ്രയോജനമാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ഒരുമിച്ച വചനം ഒന്ന് വിശ്വസിച്ചേറ്റ് പറഞ്ഞേ, ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വരത്തിൽ പറഞ്ഞേ, ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ദുഃഖമകറ്റി ഹൃദയത്തെ ആശ്വസിപ്പിക്കുക, ഹൃദയത്തെ ആശ്വസിപ്പിക്കുക. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പ്രോമിസിൽ വിശ്വസിക്കുക. യേശു സകലത്തിനും മതിയായ ദൈവമാണ്. അവിടത്തേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്തുമാകട്ടെ, നമ്മുടെ വന്ധ്യതയ്ക്കുള്ള കാരണം എന്തുമാകട്ടെ, മെഡിക്കൽ സയൻസ് പലതും പറഞ്ഞു, അതെല്ലാം 100% ശരിയായിരിക്കാം. ചിലപ്പോൾ അതിൽ അപൂർണതകൾ ഉണ്ടായിരിക്കാം. ചില ദമ്പതിമാർ പറയാറുണ്ട്, ഞങ്ങൾ ഒരുപാട് ടെസ്റ്റുകൾ നടത്തി, പല ഡോക്ടേഴ്സിനും മാറി മാറി കണ്ടു, മെഡിക്കൽ സയൻസ് പ്രകാരം ഞങ്ങൾക്ക് യാതൊരു തകരാറുമില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള യാതൊരു തകരാറും കുറവുകളും ഞങ്ങൾക്കില്ല, പക്ഷേ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് മക്കളുണ്ടാകുന്നില്ല. വേറെ ചില ദമ്പതിമാർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ബീജത്തിന് കൗണ്ട് കുറവാണ്, അല്ലെങ്കിൽ ഓവുലേഷൻ ക്ലിയർ അല്ല. ഇങ്ങനെ പല പല കാരണങ്ങൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, പലരും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഏതു വിധത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ദമ്പതിമാരായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുകയാണ്, യേശു സകലത്തിനും മതിയായ ദൈവമാണ്. നമ്മുടെ ഏത് ആവശ്യങ്ങളെക്കാളും ഉന്നതനും സർവശക്തനുമായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടത്തേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. 27-ാം സങ്കീർത്തനം 14-ാം വചനത്തിൽ പരിശുദ്ധ വചനം വീണ്ടും പറയുകയാണ്, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി കാത്തിരിക്കുവിൻ, കർത്താവ് നൽകുന്ന തലമുറകൾക്ക് വേണ്ടി കാത്തിരിക്കുവിൻ, കർത്താവ് പ്രദാനം ചെയ്യുന്ന മക്കൾക്കായി കാത്തിരിക്കുവിൻ, അവിടുത്തെ കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. നമുക്ക് ഒരു കോൾ വരുന്നുണ്ട്, നമുക്കതൊന്ന് ശ്രദ്ധിക്കാം, നമുക്ക്. ഈശോയെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ വാട്സപ്പ് നമ്പറിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങൾ സ്നേഹത്തോടെ പങ്കുവെക്കുക. ആരും മടി കാണിക്കേണ്ട സഹോദരങ്ങളെ. കർത്താവ് വിശ്വസ്തനാണ്, കർത്താവ് ഉന്നതനായ ദൈവമാണ്. നമ്മുടെ ഏത് ആവശ്യവും നിറവേറ്റുവാൻ ശക്തനും മതിയായവനുമാണ് നമ്മുടെ ഈശോ. നമുക്ക് ആ കോള് ശ്രദ്ധിക്കാം. കർത്താവേ സ്തുതിക്കാം. ഹലോ, പ്രൈസലോ. എന്ത് വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, എനിക്ക് 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 4 വർഷമായി വിവാഹം കഴിഞ്ഞിട്ടില്ലേ? മക്കളില്ല അല്ലേ? ഇല്ല. നമുക്ക് പൂർണ്ണമായും കർത്താവിൽ വിശ്വസിക്കാം കേട്ടോ. ഈശോ സകലത്തിനും മതിയായവനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. കർത്താവിൻ്റെ പ്രോമിസിൽ വിശ്വസിക്കുക. ഈശോയ്ക്ക് ഒന്നും അസാധ്യമല്ല. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും, ഇനി അതിൻ്റെ കാരണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും തടസ്സങ്ങളിലേക്ക് നോക്കാതെ നമ്മുടെ സാധ്യതയായ കർത്താവിലേക്ക് നോക്കി, അവിടുത്തെ വാഗ്ദാനങ്ങളിലേക്ക് നോക്കി പൂർണ്ണമായിട്ട് വിശ്വസിക്കുക കേട്ടോ. ഞാൻ സഹോദരിക്കും ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? നമുക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഇതുപോലെ മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, മധ്യസ്ഥം വഹിക്കണം കേട്ടോ. കർത്താവിന് വലിയ കൃപയും കരുണയും ഒഴുകപ്പെടും. നമ്മൾ ഒന്നിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ. കർത്താവേ, കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ഈ ദമ്പതിമാരുടെ മേൽ തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, കാരുണ്യം ചൊരിയണമേ, കൃപ വർഷിക്കണമേ.
അവിടെ ദുഃഖത്തിന് പരിഹാരം കൊടുക്കണമേ, സങ്കടങ്ങൾക്ക് ഉത്തരം നൽകണമേ കർത്താവേ. അവര് മുദ്ര വെക്കണമേ, അവർക്ക് സന്തോഷം നൽകണമേ. അവിടെ ദാമ്പത്യ ജീവിതത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. ലോർഡ് ബ്ലെസ്, അനോയിന്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കർത്താവ് ഇന്നും ജീവിക്കുന്നു, കർത്താവ് ഇന്നും ജീവിക്കുന്നു. കർത്താവേ, അങ്ങയെ അനേകരുടെ മുമ്പിൽ മഹത്വപ്പെടുത്തുവാൻ ഈ ദമ്പതിമാരെ സഹായിക്കണമേ. ഇതുപോലുള്ള എല്ലാ ദമ്പതിമാരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. Bless Lord, anoint Lord, in the name of Jesus. നമുക്ക് വിശ്വാസത്തോടെ കർത്താവിന്റെ പ്രവൃത്തിയെ മഹത്വപ്പെടുത്തി ഏറ്റുപാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. സങ്കടങ്ങൾക്ക് ഉത്തരം നൽകണമേ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാരെ അനുഗ്രഹിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. ആമേൻ, ആമേൻ. എന്റെ യേശു ജീവിക്കുന്നു. കരമടിച്ച കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് തിരിച്ചു വരാം. നാം മനസ്സിലാക്കുക കർത്താവിന്റെ പദ്ധതി എന്താണ് ഈ വിഷയത്തുള്ള ബന്ധത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബൈബിളിൽ ആദ്യത്തെ വാഗ്ദത്തവും അതുപോലെ തന്നെ കർത്താവ് നൽകുന്ന ആദ്യത്തെ ബ്ലെസ്സിങ്, ഫസ്റ്റ് ബ്ലെസ്സിങ് എന്താണ്? ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28-ാം വചനത്തിൽ ഇത് കർത്താവിൻ്റെ മനസ്സാണ്. മക്കളില്ലാതെ വേദനിക്കുന്ന ഓരോ ദമ്പതിമാരും ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. എൻ്റെ സഹോദരങ്ങളെ, വിവാഹം എന്ന കുദാശയിലൂടെ ഒരു സ്ത്രീയെയും പുരുഷനെയും കർത്താവ് യോജിപ്പിച്ച് ഒരു കുടുംബമായി അവരെ രൂപപ്പെടുത്തിയതിന് പുറകിലുള്ള കർത്താവിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവീൻ. ഇതാണ് ആദ്യത്തെ ബ്ലെസ്സിങ്. കർത്താവ് നൽകുന്ന ആദ്യത്തെ അനുഗ്രഹം അതാണ്. ലോർഡ് ഈസ് ദ ഫാമിലി മേക്കർ. കർത്താവാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. കുടുംബത്തെ രൂപപ്പെടുത്തിയത് മനുഷ്യരല്ല, ദൈവമായ കർത്താവാണ്. ആദ്യ കുടുംബത്തെ കർത്താവ് രൂപപ്പെടുത്തിയിട്ട് ആ കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുക, നിങ്ങൾ വർദ്ധിക്കുക. സഹോദരങ്ങളെ, ഇതാണ് വിവാഹമെന്ന കുദാശയിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. മലാക്കി പ്രവചനം 2-ാം അധ്യായം 15-ാം വചനത്തിൽ വീണ്ടും ഈ കുദാശയുടെ പർപ്പസ്, യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവഭക്തരായ സന്തതികൾക്ക് ജന്മം നൽകുക, കർത്താവിനും സഭയ്ക്കുമായി ദൈവഭക്തരായ ദൈവഭയമുള്ള സന്താനങ്ങളെ സഭയ്ക്ക് പ്രദാനം ചെയ്യുക. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു ദൈവിക ഡിവൈൻ പർപ്പസാണ് വിവാഹം എന്ന കുദാശയുടെ പുറകിൽ. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, കർത്താവിൻ്റെ മനസ്സാണ് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്, നമുക്ക് തലമുറകൾ ഉണ്ടാവുക എന്നുള്ളത്. ചില സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ പദ്ധതി ചിലപ്പോൾ മറ്റൊന്നായിരിക്കും. നമ്മൾ അസ്വസ്ഥപ്പെടരുത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സർവജ്ഞാനിയും സർവശക്തനുമായ നമ്മുടെ കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റാം. എന്തുമാത്രം തെറ്റുപറ്റിയിരിക്കുന്നു. ഡോക്ടർമാർക്ക് തെറ്റുപറ്റാം, നഴ്സുമാർക്ക് തെറ്റുപറ്റാം. ഈ ലോകത്തിലെ
മനുഷ്യർക്ക് നമുക്കൊക്കെ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇനിയും തെറ്റുകൾ പറ്റാം. എന്നാൽ സർവജ്ഞാനിയായ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. രണ്ടാമത്തൊരു കാര്യം, കർത്താവിൻ്റെ തീരുമാനമാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹം. അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അവിടെയാണ് നമുക്ക് സേഫ്റ്റി, സുരക്ഷിതത്വം. കർത്താവിൻ്റെ പദ്ധതിക്ക് കീഴ്പ്പെടുക. നമ്മളതിൽ നിരാശ വേണ്ട, പരിഭവം വേണ്ട. എൻ്റെ സഹോദരങ്ങളെ, നാം തിരിച്ചറിയണം, ദൈവഭയമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക ഈ ഒരു ഡിവൈൻ പർപ്പസാണ് ഓരോ വിവാഹമെന്ന കുദാശയുടെ പുറകിൽ കർത്താവിനുള്ളത്. ജെറമിയ പ്രവചനം 29:6 എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. നമ്മൾ അനേക പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തൊരു വചനമാണ്. എന്താ കർത്താവ് പറയുന്നത്? വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവീൻ. വിവാഹത്തിന്റെ ഉദ്ദേശം എന്താണ്? വിവാഹം എന്ന കുദാശയുടെ പർപ്പസ് എന്താണ്? എന്തിനാണ് ഒരു സ്ത്രീയെയും പുരുഷനെയും വിവാഹം എന്ന കുദാശയിലൂടെ ഒരു കുടുംബമായി കർത്താവ് യോജിപ്പിച്ചത്? സന്താനങ്ങൾക്ക് ജന്മം നൽകുക, ദൈവഭയമുള്ള മക്കൾക്ക് ജന്മം നൽകുക. അതേ വചനത്തിൽ വീണ്ടും ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്താനങ്ങൾക്ക് ജന്മം നൽകുവീൻ, സന്താനങ്ങൾക്ക് ജന്മം നൽകുവീൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ്, ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ്. ഈ വചനത്തിന്റെ കൃപ സ്വീകരിക്കുവാനാണ് അനേകം ദമ്പതിമാരെ ഈ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നു. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേൽ ശക്തമായ ഒരു അഭിഷേക പകർച്ചയുണ്ടായി. നിങ്ങളത് സ്വീകരിച്ചോ? ഹൃദയം തുറന്ന് സ്വീകരിച്ചോ? കർത്താവ് ഈ വചനത്തിന്റെ അഭിഷേകം അനേകർക്ക് പകർന്നു കൊടുക്കുകയാണ്. ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ഈ വചനത്തിന് മുദ്ര കൊടുത്ത് ഈ വചനത്തിന് അഭിഷേകം നൽകി മക്കളില്ലാതെ വേദനിക്കുന്ന അനേകം ദമ്പതിമാരോട് കരുണ കാണിക്കണമേ. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. വീണ്ടും യേശയ്യാ പ്രവചനം 66-9 വചനം. മക്കളില്ലാതെ വേദനിക്കുന്ന ഓരോ ദമ്പതിമാരും ശ്രദ്ധിക്കണം. എൻ്റെ സഹോദരി ശ്രദ്ധിക്കണം. എന്താ കർത്താവ് പറയുന്നത്? ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു. ശ്രദ്ധിക്കണമേ. ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ? എന്താ അതിനർത്ഥം? ഈ വചനത്തിലൂടെ ആത്മാവ് എന്താ നമ്മോട് പറയുന്നത്? അടഞ്ഞിരിക്കുന്ന ഗർഭപാത്രങ്ങളെ തുറക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? അടഞ്ഞിരിക്കുന്ന ഗർഭപാത്രങ്ങളെ കർത്താവ് തുറക്കുകയാണ്. എന്തിനു വേണ്ടി? തലമുറകളെ പ്രദാനം ചെയ്യാൻ. എൻ്റെ സഹോദരങ്ങൾ, ഈ സമയം ഒരു നിമിഷം വളരെയേറെ ഉയർത്തിപ്പിടിച്ച് ആത്മാവ് പറയുന്നു, ഇപ്രകാരം വേദനിക്കുന്ന സഹോദരങ്ങളിൽ കൃപ ഒഴുകട്ടെ. അടഞ്ഞിരിക്കുന്ന ഗർഭപാത്രങ്ങള്, കുഞ്ഞിനെ സ്വീകരിക്കാൻ ശേഷിയില്ലാത്ത ഗർഭപാത്രങ്ങള്, വന്ധ്യമായ ഗർഭപാത്രങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ കടന്നു വരട്ടെ. കർത്താവിന്റെ അഭിഷേകം ഒഴുകിയിറങ്ങട്ടെ. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും ഒന്ന് ഉണർവോടെ വിശ്വസിച്ച് യേശുനാമം വിളിച്ച്, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, അടഞ്ഞ ഗർഭപാത്രങ്ങളെ തുറക്കണമേ. അടഞ്ഞുപോയ ഗർഭപാത്രങ്ങളെ തുറക്കണമേ. വന്യമായ ഉദരങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. അതിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് തിരിച്ചോരൊഴുകപ്പെടട്ടെ, തിരിച്ചോര വീഴട്ടെ. അത്ഭുത സൗഖ്യം, അത്ഭുത വിമോചനം, അത്ഭുതകരമായ അനുഗ്രഹം ഈ നിയോഗത്തിൽ മേൽ വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. ജന്മം നൽകുന്ന ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ? കർത്താവ് ചോദിക്കുകയാണ്. ഇല്ല സഹോദരങ്ങളെ, അടഞ്ഞിരിക്കുന്ന ഗർഭപാത്രങ്ങൾ തുറക്കുന്നവനാണ് കർത്താവ്. വന്ധ്യമായ ഉദരങ്ങളെ
അനുഗ്രഹിക്കുന്നവനാണ് കർത്താവ്. 113 സങ്കീർത്തനം 9 വചനത്തിൽ ഇത് കർത്താവ് ഉറപ്പിക്കുകയാണ്. എന്താ വചനം പറയുന്നത്? അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. വന്ധ്യമായ ഉദരങ്ങൾക്ക് മക്കളെ നൽകി അപ്രകാരമുള്ള ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുകയാണ്, മക്കളെ നൽകി അനുഗ്രഹിക്കുകയാണ്. വിശ്വസിക്ക് ഈ പ്രോമിസ് വിശ്വസിക്ക്. ഇത് നമുക്കുള്ള വാഗ്ദാനമാണ്. ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രോമിസാണ്. കർത്താവെ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ലോർഡ്, ഐ ബിലീവ്. നമുക്ക് മറ്റൊരു കോള് വരുന്നുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ. ഹലോ, പ്രൈസ് ദി ലോർഡ്. സഹോദരി, എന്റെ പേര് രാജി. എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. 7 വർഷമായി. വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി അല്ലേ? 7 വർഷമായി. ഓക്കെ. കുഞ്ഞുങ്ങളൊന്നുമില്ല. നിങ്ങൾ ട്രീറ്റ്മെന്റുകൾ നടത്തിയോ അതോ പ്രാർത്ഥിച്ച് കർത്താവിന്റെ പ്രോമിസിൽ വിശ്വസിച്ച് കാത്തിരിക്കുകയാണോ? ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് റീമിക്സ് എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നമ്മുടെ ആ വിഷയത്തെ കർത്താവിനെ സമർപ്പിച്ചു കേട്ടോ. എന്ത് കുറവും നിറവാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നുണ്ടോ സഹോദരി? വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. നമ്മുടെ കർത്താവിന് ഒന്നും അസാധ്യമല്ല സഹോദരി. തലമുറകളെ പ്രദാനം ചെയ്യുന്നവനാണ് ഈശോ. നമ്മുടെ കണ്ണുനീരിന് കർത്താവ് ഉത്തരം തരും കേട്ടോ. നമ്മൾ ഒരു നിമിഷം 10,000 ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പം ഇതുപോലെയുള്ള ദമ്പതിമാർക്ക് വേണ്ടി നിങ്ങൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. അവർ അനുഗ്രഹിക്കപ്പെടാൻ, കർത്താവിൻ്റെ പദ്ധതി അവരിൽ നിറവേറപ്പെടുവാൻ, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ അവരിൽ ഫുൾഫിൽ ചെയ്യപ്പെടാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കൃപ ചൊരിയണമേ, കരുണ വർഷിക്കണമേ. കർത്താവേ ഞങ്ങളുടെ നാമത്തിന് ശക്തി വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് യേശുനാമത്തിന് ശക്തി വെളിപ്പെടുത്തണമേ. 7 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ ഇവർ വേദനിക്കുന്നു. ഈ കുടുംബത്തോട് കരുണ കാണിക്കണമേ. കർത്താവേ ഏത് കുറവും നിറവാക്കി മാറ്റുവാൻ കൃപയ്ക്ക് കഴിയുമല്ലോ കർത്താവേ. മക്കളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. തലമുറകളെ പ്രദാനം ചെയ്യണമേ. ഈ കുടുംബത്തിന് കണ്ണീര് മാറ്റണമേ. ഇവർക്ക് ആനന്ദം നൽകണമേ. ഇവരെ സന്തോഷഭരിതമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. Bless Lord, bless Lord, bless Lord. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സ്തുതിക്കുന്നു. തുറന്നു വരുന്ന സമയത്ത് കർത്താവ് പറയുന്ന ആ വചനങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ട ഉത്തരവും നിങ്ങൾക്ക് വേണ്ട കൃപാവചസ്സും ഈ വചനങ്ങളിലൂടെ പരിശുദ്ധാത്മ തരികയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങൾക്കത് ടെക്സ്റ്റ് ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല. പലരും പുതുതായി ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അവരിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിലും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഇൻറ്റൻഷൻസ് നിങ്ങൾക്ക് കമൻ്റായിട്ട് നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. മക്കളെ നൽകി കർത്താവ് അവളെ സന്തോഷഭരിതയാക്കുന്നു, അവളെ അനുഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസരത്തിൽ നമ്മളിനി എന്താ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ പദ്ധതി മനസ്സിലാക്കി, കർത്താവിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞു, വിവാഹമെന്ന കുദാശയുടെ ഡിവൈൻ പർപ്പസ് എന്താ നമ്മൾ ഈ വചനങ്ങളുടെ അല്പസ്വല്പമൊക്കെ നമ്മൾ ഗ്രഹിച്ചു. നമ്മളിനി എന്താണ് ചെയ്യേണ്ടത്? പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുകയാണ്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വചനമാണ്. നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മെ വിളിച്ച കർത്താവ്, വിവാഹമെന്ന കുദാശയിലൂടെ നിങ്ങൾ ഒന്നിപ്പിച്ച കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. തൻ്റെ വിശ്വസ്തത അനുസരിച്ച് പ്രവർത്തിക്കുവാൻ കർത്താവ് ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, അവിടത്തേക്ക് അസാധ്യമായ യാതൊന്നുമില്ല.
അവിടുന്ന് ഓൾ മൈറ്റിയാണ്, ഓൾ സഫിഷ്യന്റ് ആണ്. പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 13-ാം വചനത്തിലാണ് പരിശുദ്ധ വചനം പറയുന്നു, നാം അവിശ്വസ്തരായിരുന്നാലും കർത്താവ് വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. കർത്താവിന് ഒരിക്കലും തൻ്റെ സ്വഭാവം മാറ്റുവാൻ പറ്റുകയില്ല. വിശ്വസ്തനായ ദൈവമാണ്. ആ വിശ്വസ്തത പ്രകാരം നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, അടയാളങ്ങൾ നൽകും, നമ്മളെ പരിപാലിക്കും, കണ്ണുനീര് തുടയ്ക്കും, സങ്കടങ്ങൾക്ക് ഉത്തരം തരും, നമ്മളെ ആനന്ദഭരിതരാക്കും. കാരണം തന്നെ തന്നെ നിഷേധിക്കുവാൻ കർത്താവിന് ഒരിക്കലും സാധിക്കുകയില്ല. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എബ്രായ പുസ്തകം 10-ാം അധ്യായം 23-ാം വചനം ഈ യാഥാർത്ഥ്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മോട് വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാണ്, വിശ്വസ്തനാണ്. സഹോദരങ്ങളെ, വാക്കുമാറാത്തവൻ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ശക്തനായവനാണ് നമ്മുടെ കർത്താവെന്ന് വചനം പഠിപ്പിക്കുക. ഈ വചനം പറയുമ്പോൾ ഞാനൊരു സംഭവം ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് വിശ്വസ്തയോടെ പ്രവർത്തിച്ചൊരു കുടുംബത്തിൻ്റെ അനുഭവമാണ്. ഔസേപ്പച്ചൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരുടെ ദാമ്പത്യ ജീവിതത്തിന് കർത്താവ് തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി 3 മക്കളെ നൽകി അനുഗ്രഹിച്ചു. 2 പെൺകുഞ്ഞുങ്ങളും 1 ആൺകുഞ്ഞും. 5ഉം 6ഉം വയസ്സുള്ള സമയത്ത് ഈ 2 പെൺകുഞ്ഞുങ്ങളും ഒരു പ്രത്യേക അസുഖം പിടിപെട്ട് അവർ മരണമടഞ്ഞ് നിത്യതയിലേക്ക് ആ കുഞ്ഞുങ്ങൾ പോവുകയാണ്. 26-27 വയസ്സ് വരെ ഈ ആൺകുട്ടി ജീവിച്ചു. ഒരു പ്രത്യേകമായ അസുഖം മൂലം ആ ആൺകുഞ്ഞും അവർക്ക് നഷ്ടപ്പെട്ടു. 3 മക്കളെ ദൈവം നൽകി, 3 മക്കളും അവർക്ക് നഷ്ടപ്പെടുകയാണ്. ദൈവഭയമുള്ള കുടുംബം, കർത്താവിൽ വിശ്വസിച്ച് ജീവിച്ചൊരു കുടുംബം, തിരുസഭയെ സ്നേഹിച്ച കുടുംബം. പലരും ചോദിച്ചു, ഒരു കുഞ്ഞിനെ പോലും ബാക്കി നൽകാതെ 3 മക്കളെയും ദൈവം കൊണ്ടുപോയല്ലോ. വളരെ വളരെ സഹതാപത്തോടു കൂടി പലരും ചോദിച്ചു. ഇവർ തികഞ്ഞ വിശ്വാസവും കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറപ്പുള്ളവരായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ദുഃഖവും വേദനയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ച് ഒരുമിപ്പിച്ച കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ദൈവമായ കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, പ്രായമൊക്കെ ഇവർക്ക് ഒത്തിരി കഴിഞ്ഞു. 10-55 വയസ്സ് പ്രായമായി. ഈ സഹോദരിക്കും ഏകദേശം ഒരു 10-52 വയസ്സ് പ്രായമായി. നാട്ടുനടപ്പനുസരിച്ചൊരു കുഞ്ഞുണ്ടാവേണ്ട സാധ്യതകളൊക്കെ അസ്തമിച്ചു വരികയാണ്. പലരും പറഞ്ഞു കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്താൻ പറഞ്ഞു. പക്ഷെ ഇവർ ഇരുവരും വിശ്വാസത്തോടെ പറഞ്ഞു, അബ്രഹാമിനും സാറയ്ക്കും വാഗ്ദത്ത പുത്രനെ ഇസഹാക്കിന് നൽകാൻ കർത്താവിന് കഴിയുമെങ്കിൽ, ഇസഹാക്കിനും റബ്ബേക്കും യാക്കോബിനെ നൽകുവാൻ കർത്താവിന് സാധിക്കുമെങ്കിൽ, യാക്കോബിനും റാഹേലിനും ജോസഫിനെ കൊടുക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ, ഹന്നയ്ക്കും എൽക്കാനയ്ക്കും സാമുവേലിനെ കൊടുത്ത് അവരുടെ ദാമ്പത്യത്തെ അനുഗ്രഹിക്കുവാൻ സ്വർഗത്തിന് കഴിയുമെങ്കിൽ, വൃദ്ധരായ പ്രായാധിക്യം നിറഞ്ഞ എലിസബത്തിനും സക്രിയായ്ക്കും സ്നാപക യോഹന്നാനും നൽകി അനുഗ്രഹിക്കുവാൻ ദൈവമായ കർത്താവിന് കഴിയുമെങ്കിൽ, ഈ പ്രായത്തിലും മക്കളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവ് സർവശക്തനും സകലത്തിനും മതിയായവനുമാണ്. ഹല്ലേലൂയ. ഇത് എന്നാ ഒരു വിശ്വാസ, പ്രിയപ്പെട്ടവരെ. സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ, തടസ്സങ്ങളിലേക്ക് നോക്കാതെ, തങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രായത്തിലേക്ക് നോക്കാതെ, തങ്ങളുടെ ശരീരത്തിന് വികലതകളിലേക്ക് നോക്കാതെ, കർത്താവിൻ്റെ പ്രോമിസിലേക്ക് അവർ നോക്കുകയാണ്. ജീവനുള്ള കർത്താവിൻ്റെ വചനത്തിൽ അവർ വിശ്വസിക്കുകയാണ്. അവർ പറഞ്ഞു, ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല, ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഇന്നും മതിയായവനാണ്.
അവരൊരുമിച്ച് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിച്ചു. അബ്രഹാമിൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് തലമുറകളെ നൽകണമേ. ഇസഹാക്കിൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് മക്കളെ നൽകണമേ. അവർ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഒത്തിരി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നില്ല. അവരെ സത്യം അറിഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മഹാകരുണയാൽ ഈ സഹോദരി പ്രഗ്നൻ്റ് ആയിരിക്കുന്നു. അനേകർ അത്ഭുതപ്പെട്ടു, ഇതെങ്ങനെ സംഭവിച്ചു? ദൈവത്തിനൊന്നും അസാധ്യമല്ല. 2 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, 7 മാസം കഴിഞ്ഞു. അങ്ങനെ പ്രസവ സമയമെടുത്തു. ആ സഹോദരി പ്രസവിച്ചു. ആ ഒരൊറ്റ പ്രസവത്തിൽ 3 ആൺകുഞ്ഞുങ്ങൾ, 3 ആൺകുട്ടികൾ. സഹോദരങ്ങളെ, ഇത് വെച്ച് കെട്ടി പറയല്ല, നിങ്ങളെ ഒന്ന് വൈകാരികമായി ഉണർത്തുവാൻ വേണ്ടി പറയുന്ന കെട്ടുകഥയല്ല. ഈ നാളുകളിൽ തന്നെ സ്നേഹിക്കുന്നവരിൽ, തന്നിൽ ആശ്രയിക്കുന്നവരിൽ പ്രവർത്തിച്ച കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ് നിങ്ങളോട് ഇപ്പോൾ പങ്കുവെച്ചത്. യേശു ജീവിക്കുന്ന ദൈവമാണ്. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. അവിടത്തേക്ക് അസാധ്യമായ യാതൊന്നുമില്ല പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നമ്മോട് വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാകയാൽ നാം ഉറപ്പോടെ പ്രത്യാശ ഏറ്റു പറയണം. നിരാശപ്പെടരുത്, ഹൃദയം കലങ്ങരുത്, വിഷാദിക്കരുത്, പ്രാർത്ഥനാ ജീവിതത്തിൽ മടുത്തു പോകരുത്. ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മോട് തന്നെ ഒരു മടുപ്പ് തോന്നി നിങ്ങൾ നിരുത്സാഹത്തോടെ പിന്മാറിപ്പോകരുത്. കർത്താവിന്റെ പ്രോമിസിൽ വിശ്വസിക്കുക. എന്താ കർത്താവിന് പറയാനുള്ളത്? നീ വിശ്വസിക്കുക. അത്ഭുതമാണ്. വിശ്വസിച്ചാൽ അത്ഭുതമാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വമാണ്. യോഹന്നാന്റെ സുവിശേഷം 11:40 നമ്മുടെ കർത്താവ് മർത്തയോട് പറഞ്ഞു, മർത്ത, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. വിശ്വസിച്ചാൽ എല്ലാം സാധ്യമാണ്. വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. മാർക്കോസിന്റെ സുവിശേഷം 9:23 നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. വീണ്ടും നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 17:21 എന്താ ഈശോ പഠിപ്പിച്ചത്? വിശ്വസിക്കുന്നവർക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. വിശ്വസിക്കുന്നവർക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമുക്ക് എത്ര പേർക്ക് കർത്താവിന്റെ പ്രോമിസിൽ വിശ്വസിക്കാൻ പറ്റും? കർത്താവിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ പറ്റും? മക്കളില്ലാതെ മാനസികമായി വേദനിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ നിരാശപ്പെടരുത്. കർത്താവ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. സ്വർഗം നിങ്ങൾ ഒത്തിരിയേറെ വിലമതിക്കുന്നു. എന്താ ആത്മാവിന് പറയാനുള്ളത്? ബിലീവ്. കർത്താവിൻ്റെ പ്രവൃത്തിയിൽ, അവിടുത്തെ വാഗ്ദാനങ്ങളിൽ നിങ്ങൾ സംശയിക്കാതെ, ചഞ്ചലപ്പെടാതെ വിശ്വസിക്കുക. അവിടെ ദൈവ പ്രവൃത്തി കാണുവാൻ കഴിയും. യൗസേപ്പച്ചൻ്റെ അനുഭവം, എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ആ കുഞ്ഞുങ്ങൾ കർത്താവിന് സഭയ്ക്കുമായി വളർന്നുകൊണ്ടിരിക്കുക. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ 2-3 പ്രാവശ്യം ഭവനത്തിൽ കടന്നു ചെന്നിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ഏറ്റുപറയും, എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണ്. എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണ്. യേശു ഒരു കഥയല്ല. യേശു വെറും ഒരു ഫിലോസഫി അല്ല. യേശു വെറും ഒരു ഐഡിയ അല്ല. ഈസ് എ ലിവിംഗ് ഗോഡ്. ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം. അവന്റെ വചനങ്ങൾ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. വിശ്വസിക്കുക സഹോദരങ്ങളെ, വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് മറ്റൊരു കോള് വരുന്നുണ്ട്. ആ കോള് നമുക്ക് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ സഹോദരങ്ങൾക്ക്, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ഒരു അനുഗ്രഹം പ്രാപിക്കണം. അടുത്ത മാസങ്ങളൊക്കെ ആകുമ്പോൾ, ഒരു 3-4 മാസം കഴിയുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന പലർക്കും അത്ഭുത സാക്ഷ്യം നൽകി കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയണം. നമുക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാം. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ സ്തുതി. സഹോദരി എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? അതെ അല്ലേ? മകനെ എത്ര വർഷമായി മകന്റെ വിവാഹം കഴിഞ്ഞിട്ട്? 13 വർഷമായി. 13 വർഷമായി. 13 വർഷമായി അല്ലേ?
13 എനിക്ക് 14ലേക്ക് കയറുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു. എന്തോ എന്നാ പറഞ്ഞത് ക്ലിയർ ആയില്ല. ട്രീറ്റ്മെന്റ് ഒക്കെ ഒത്തിരി എടുത്തായിരുന്നേ. ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തായിരുന്നു അല്ലേ? എടുത്തായിരുന്നു. ആയില്ല. പിന്നെ കൃപാസനത്തിൽ പോയി. പിന്നെ കർത്താവ് അനുഗ്രഹിക്കും കേട്ടോ. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചോ കേട്ടോ. നമ്മൾ ഈ വചനങ്ങളിലൂടെ എല്ലാം കാണുകയായിരുന്നു. വിശ്വസിക്കുന്നവർക്ക് ദൈവമഹത്വം കാണാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കർത്താവ് ഇടവരുത്തും. അപ്പോൾ പ്രിയപ്പെട്ട അമ്മച്ചി, നമുക്ക് മകന് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ആയിരങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒന്നിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിൻ്റെ കൃപ കടന്നു വരാൻ, കർത്താവിൻ്റെ കരുണ ഒഴുകപ്പെടുവാൻ, കർത്താവിൻ്റെ നാമത്തിന് ശക്തി പ്രകടമാകുവാൻ, പരിശുദ്ധാത്മാഭിഷേകം ഇറങ്ങുവാൻ, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രകടമാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്നിച്ച് വിളിക്കുന്നു. യേശുവേ, കുടുംബത്തോട് കരുണ കാണിക്കണമേ. 13 വർഷങ്ങൾ കഴിഞ്ഞ കർത്താവേ, മക്കളില്ലാതെ ആ കുടുംബം വേദനിക്കുകയാണ്, സന്താനങ്ങളില്ലാതെ വിലപിക്കുകയാണ്. ആ കുടുംബത്തോട് കരുണ കാണിക്കണമേ. പല ട്രീറ്റ്മെന്റുകൾ നടത്തി കർത്താവേ, പക്ഷേ പരാജയപ്പെടുന്നു. കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. കർത്താവേ, അവിടുന്ന് സർവശക്തനാണല്ലോ, അവിടുത്തേക്ക് എല്ലാം സാധ്യമാണല്ലോ. കർത്താവേ, അടിസ്ഥാന കാരണങ്ങളിലേക്ക് അവിടുത്തെ തിരിച്ചോരൊഴുകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ, ആ കുടുംബത്തെ ആനന്ദഭരിതമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Bless Lord, anoint Lord. കർത്താവേ, ഒന്നിച്ച് സ്തുതിക്കുന്നു, ഒന്നിച്ച് സ്തുതിക്കുന്നു, ഒന്നിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. കർത്താവേ, മക്കളെ നൽകി ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അഭിഷേകം ചെയ്യണമേ. ഇവിടെ സങ്കടത്തെ ആനന്ദമാക്കണമേ, ഇവിടെ കണ്ണുനീരിനെ കൃപയാക്കി മാറ്റണമേ, ഇവിടെ വേദനകളെ കർത്താവേ അനുഗ്രഹമാക്കി മാറ്റണമേ. Bless, anoint in the name of Jesus. Amen. Hallelujah. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. എൻ്റെ സഹോദരങ്ങളെ, ഈശോയുടെ നാമത്തിൽ ഞാൻ കൃപയോടെ ഞാൻ അത് കൃത്യമായിട്ട് പറയുകയാണ്. വിശ്വസിച്ചാൽ, കർത്താവിൻ്റെ പ്രോമിസിൽ വിശ്വസിച്ചാൽ, പ്രത്യാശയോടെ വിശ്വസ്തയോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. വരും മാസങ്ങളിൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സ്വർഗമിടവരുത്തും. അതിൽ നമുക്ക് ചഞ്ചലിപ്പ് വേണ്ട. സാഹചര്യങ്ങളിലേക്ക്, തടസ്സങ്ങളിലേക്ക് നോക്കാതെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് കണ്ടുയർത്തുക. എന്തുമാത്രം അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താനുണ്ട്. 1, 2, 5, 10 അനുഭവങ്ങൾ, 100 കണക്കിന് ഈ ഒരു വിഷയത്തിൽ കർത്താവ് പ്രവർത്തിച്ച കർത്താവിൻ്റെ ഇടപെടലുകളെക്കുറിച്ച്, കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളെക്കുറിച്ച് 100 കണക്കിന് സാക്ഷ്യങ്ങൾ നൽകുവാനായിട്ട് കഴിയും. ബിലീവ്, വിശ്വസിക്കുക സഹോദരങ്ങളെ. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത് നമ്മൾ വിശ്വസിക്കുകയാണ്. രണ്ടാമത് എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിലോട്ട് വരണം. 9 മുതലുള്ള തിരുവചനങ്ങൾ ഞാൻ പലപ്പോഴും വായിച്ച് ധ്യാനിച്ചിട്ടുള്ളൊരു തിരുവചന ഭാഗമാണത്. കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. അവർ അവനോട് ചോദിച്ചു, അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് ദൂതന്മാർ വരികയാണ്, നിന്റെ ഭാര്യ സാറ എവിടെയാണ്? അബ്രഹാം പറഞ്ഞു, അവൾ കൂടാരത്തിലുണ്ട്. 10-ാം വചനത്തിൽ പറയുന്നു, വസന്തത്തിൽ, കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്കൊരു മകനുണ്ടായിരിക്കും. അവൻ്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രഹാമും സാറയും വൃദ്ധരായിരുന്നു. ശ്രദ്ധിക്കണം, കർത്താവിന് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യവും തടസ്സമല്ല, പ്രായം തടസ്സമല്ല, ആരോഗ്യം തടസ്സമല്ല, ഒന്നും തടസ്സമല്ല. നമുക്ക് വിശ്വാസവും ശരണബോധവും ഉണ്ടാവണം. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. 12-ാം വചനം പറയുന്നു, അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? സഹോദരങ്ങളെ, സാറയെപ്പോലെ നമ്മൾ സംശയിക്കേണ്ട. സാറയ്ക്ക് സംശയം വരാൻ പിന്നെ ഒരു ന്യായമുണ്ട്. കാരണം 89 വയസ്സുള്ള വല്യമ്മച്ചിയാണ് സാറ ഈ സമയത്ത്.
89 വയസ്സ് പ്രായമുള്ള സാറ ചിന്തിക്കുകയാണ്, ഇനി എനിക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവും, ഞാൻ പ്രായമായില്ലേ, ഞാൻ വൃദ്ധയായില്ലേ, ഭർത്താവാണെങ്കിൽ മൃതപ്രായനായി, ഇനി എങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും? എന്നാൽ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, 14-ാമത്തെ വചനം എന്താ കർത്താവ് പറഞ്ഞത്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും, അപ്പോൾ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. കർത്താവ് പ്രോമിസ് ചെയ്യാണ്, അബ്രഹാമേ, അടുത്ത വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും, അപ്പോൾ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. വാക്കു പറഞ്ഞു പോകുന്നവനല്ല കർത്താവ്. ഒരു വാഗ്ദത്തം നൽകുന്നുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിറവേറ്റുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് നമ്മൾ പാടുന്നത്, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. കർത്താവ് നൽകി ഈ വാഗ്ദത്തം റിസീവ് ചെയ്യുവാൻ, സ്വീകരിക്കുവാൻ അബ്രഹാം എന്താണ് ചെയ്തത്? എൻ്റെ സഹോദരന്മാർ ശ്രദ്ധിക്കണം. മക്കളില്ലാതെ വിഷമിക്കുന്ന എൻ്റെ സഹോദരന്മാർ ശ്രദ്ധിക്കുക. 5 കൊല്ലമായി, 10 കൊല്ലമായി, സഹോദര 9 കൊല്ലമായി, 15 കൊല്ലമായി, 18 കൊല്ലമായി, 20 കൊല്ലമായി, അതിലേറെയായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്രകാരം വേദനിക്കുന്ന എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സഹോദരിമാരെ ശ്രദ്ധിക്കുക. ഇവിടെ അബ്രഹാം എന്താ ചെയ്തത്? പൗലോസ്ലീഹ റോമാസഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ആ വചനം ഒന്ന് വായിച്ച്, നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് വിശ്വാസത്തിൻ്റെ ശക്തി. പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ല. തനിക്ക് പ്രായം 99 വയസ്സായി, ഭാര്യയ്ക്ക് 89 വയസ്സായി, മൃതപ്രായമായ ശരീരം. ഈ മൃതപ്രായമായ ശരീരത്തിന് ഒരു കുഞ്ഞിനെ ജന്മം നൽകുവാനുള്ള പ്രത്യുൽപാദന ശേഷി ഇല്ല എന്ന് വ്യക്തമായിട്ട് അബ്രഹാമിന് അറിയാം. തൻ്റെ ഭാര്യ സാരയുടെ ഉദരം വന്ധ്യമാണെന്ന് അബ്രഹാമിന് അറിയാം. പ്രതീക്ഷയ്ക്ക് 1% പോലും ചാൻസ് ഇല്ല. ചാൻസ് 0 ലെവലാണ്. വചനം പറയുന്നു, പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈ ഒരു ഫെയ്ത്തിലേക്ക്, ഈ ഒരു വിശ്വാസത്തിലേക്കാണ് ആത്മാവ് നമ്മളെ വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറയുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. സഹോദരങ്ങളെ, നാട്ടുകാർ പലതും പറയും, വീട്ടുകാർ പലതും പറയും, സ്നേഹിതര്, പ്രിയപ്പെട്ടവര്, ബന്ധുമിത്രങ്ങള്, ഉപകാരികള്, പലരും പലതും പറയും. പക്ഷെ വിശ്വാസം ദുർബലമാകരുത്, വിശ്വാസം ദുർബലമാകരുത്. എല്ലാവരും ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ പ്രോമീസിൽ നീ വിശ്വസിക്കുക. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിൽ നീ ഹൃദയമർപ്പിക്കുക. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. അവിടെ നിനക്ക് വേണ്ട ഉത്തരമുണ്ട്, അവിടെ നിനക്ക് വേണ്ട പരിഹാരമുണ്ട്. Jesus is the answer. Jesus is the answer. Jesus is the liberator. Jesus is the living God. ജീവിക്കുന്ന ദൈവമാണ് കർത്താവായ ക്രിസ്തു. അവന് വെറും ഒരു ഉപദേശമല്ല, വെറും ഒരു ആശയം മാത്രമല്ല, അവന് വെറും ഒരു ഫിലോസഫി മാത്രമല്ല. ലിവിംഗ് ഗോഡ്, വലിയ റിയാലിറ്റിയാണ്. ഇത് വിശ്വസിക്കണം സഹോദരങ്ങളെ. വിശ്വാസം ദുർബലമാകരുത്. വിശ്വാസത്തിന് വലിയ പവറുണ്ട്, വലിയ ശക്തിയുണ്ട്. അബ്രഹാം അങ്ങനെയാ ഈ പ്രോമിസ് സ്വീകരിച്ചത്. വിശ്വാസം ദുർബലമായില്ല. 20-ാം വചനം പറയുന്നു, വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. കാത്തിരിക്കുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ തോറും നിരാശപ്പെട്ടില്ല, പിറുപിറുത്തില്ല. ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച്
ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പ്രതിസന്ധിയിൽ ദൈവത്തിന് വാഗ്ദാനങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ലെയിം ചെയ്ത് ഏറ്റുപറഞ്ഞ് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. അങ്ങനെ ഈ മൃതപ്രായമായിരുന്ന ശരീരത്തിന് ഒരു കുഞ്ഞിനെ ജന്മം നൽകുവാൻ തക്കവിധം ശക്തി ഉണ്ടാവുകയാണ്. ആ പ്രത്യുൽപാദന ശേഷി ഉണ്ടാവുകയാണ്. അത് ആര് കൊടുത്തു? കർത്താവ് കൊടുത്തു. കർത്താവ് ഒരു പ്രോമിസ് തരുമ്പോൾ ആ പ്രോമിസ് നിറവേറ്റുവാൻ ആവശ്യമായ എല്ലാ റിസോഴ്സും കർത്താവ് തന്നെ പ്രദാനം ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി സാറ അമ്മച്ചിക്ക് എന്താ ഉണ്ടായത്? 89 വയസ്സുള്ള വല്യമ്മച്ചിയാണ് സാറ. സാറ എങ്ങനെയാ ഈ പ്രോമിസ് സ്വീകരിച്ചത്? ഹെബ്രായ പുസ്തകം 11:11 പറയുന്നു. ഹെബ്രായ പുസ്തകം 11:11 എന്താ വചനം പഠിപ്പിക്കുന്നത്? തന്നോട് വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും 89 വയസ്സ് കഴിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ. എൻ്റെ സഹോദരിമാരൊന്ന് ശ്രദ്ധിച്ച്, എൻ്റെ സഹോദരിമാർ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ച്. സാറ 89 വയസ്സ് കഴിഞ്ഞ സാറ എന്ന വല്യമ്മച്ചി ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചത് എപ്രകാരമാണ്? മെഡിക്കൽ സയൻസ് മൂലമല്ല, ഒറ്റമൂലി കഴിച്ചിട്ടല്ല, വേറെ എന്തെങ്കിലും ടാബ്ലറ്റ് കഴിച്ചിട്ടല്ല. വിശ്വാസം മൂലം ഒന്നിച്ചു പറഞ്ഞ് വിശ്വാസം മൂലം. ഒരല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് വിശ്വാസത്തിന്റെ ശക്തി. നമ്മൾ പാടുന്നില്ലേ? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ ജീസസ്. ഹല്ലേലൂയ. അബ്രഹാമും സാറയും ദൈവത്തിന്റെ കരുതൽ കണ്ടു, ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു, ദൈവത്തിന്റെ മഹത്വം കണ്ടു. എന്തുകൊണ്ടാണ് അവർ സംശയിക്കാതെ, ചഞ്ചലപ്പെടാതെ, സാഹചര്യങ്ങളിലേക്ക് നോക്കി പരാതി പറയാതെ, തടസ്സങ്ങളിലേക്ക് നോക്കി ദൈവത്തിനെതിരായി ചിന്തിക്കാതെ അവർ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ നിയോഗത്തിന്റെ മേൽ ദൈവശക്തി ഇറങ്ങി. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. ഒരു കോളും കൂടി നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാം. കർത്താവേ, അനേകർക്ക് നീ സൗഖ്യം കൊടുക്കണമേ, അനേകരെ സുഖപ്പെടുത്തണമേ. മക്കളില്ലാത്ത ദമ്പതിമാരെ നീ ഹീൽ ചെയ്യണമേ കർത്താവേ. അവരുടെ കണ്ണീര് കണ്ട് അവർക്ക് ഉത്തരം കൊടുക്കണേ കർത്താവേ. ബ്ലെസ് ലോ. ആമേൻ. പ്രൈസ് ലോ. ഹലോ. ഹലോ. ഞാൻ നേരത്തെ വിളിച്ചിരുന്നല്ലോ. വിളിച്ചോ? എന്താ പ്രാർത്ഥന വിഷയം? വിളിച്ചില്ല. പ്രാർത്ഥന വിഷയം മകൾക്ക് കുട്ടികളില്ല. മകൾക്ക് കുഞ്ഞുങ്ങൾ എത്ര വർഷമായി? മകൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ അവരെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞു. 8 വർഷം കഴിഞ്ഞു അല്ലേ? 8 വർഷം കഴിഞ്ഞു. നമുക്ക് കർത്താവിന്റെ വാഗ്ദാനം വിശ്വസിച്ച് അങ്ങ് പ്രാർത്ഥിക്കാം കേട്ടോ. ഈശോയ്ക്ക് ഇത് സാധിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണമായിട്ട് വിശ്വസിച്ചോ. കർത്താവിന് ഒന്നും അസാധ്യമല്ല കേട്ടോ. കർത്താവ് ഈ പറയപ്പെടുന്ന വചനങ്ങളൊക്കെ വിശ്വസിച്ച് അവരോട് പ്രാർത്ഥിക്കാൻ പറയാ, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയാം കേട്ടോ. നമുക്ക് ഒന്നിച്ച് ആയിരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരു സമൂഹമായി സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഒപ്പം തന്നെ ഇപ്രകാരം വേദനിക്കുന്ന ഇതുപോലെയുള്ള മക്കൾക്ക് വേണ്ടി, ദമ്പതിമാർക്ക് വേണ്ടി അങ്ങ് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ദൈവത്തിന്റെ കൃപ കടന്നു വരും, അനുഗ്രഹം കടന്നു വരും. നമ്മൾ ഒന്നിച്ച് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു. കൃപ ചൊരിയണമേ, അഭിഷേകം പകരണമേ, സാന്നിധ്യം പകരണമേ. മക്കളില്ലാത്ത ദമ്പതികളിലേക്ക് കൃപ പകരണമേ. കർത്താവേ, മക്കളെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തം പ്രാപിക്കുക, അവരോട്
കൃപ ചെയ്യണമേ, കൃപ വർഷിക്കണമേ. കരുണ കാണിക്കണമേ. യേശുവേ. തടസ്സങ്ങൾ മാറട്ടെ, യേശുവേ. കെട്ടുകൾ അഴിയട്ടെ, യേശുനാമത്തിൽ. അന്ത്യമായി ഉദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുനാമത്തിൽ. അടഞ്ഞു പോയിരിക്കുന്ന ഗർഭപാത്രങ്ങൾ തുറക്കപ്പെടട്ടെ. സ്തുതിക്കുന്നു. കൗണ്ട് വർദ്ധിക്കട്ടെ, കൗണ്ട് വർദ്ധിക്കട്ടെ, മറ്റെല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ. Bless Lord. Bless Lord. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആമേൻ. സഹോദരങ്ങളെ, നമ്മളിതിൻ്റെ അവസാന ഭാഗത്തോട്ട് വരിക. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി വിശ്വസിക്കുക, രണ്ടാമതായി കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ വിഷയം പ്രാർത്ഥിക്കലാണ്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ശ്രദ്ധിച്ച്, മക്കളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ, എൻ്റെ സഹോദരന്മാർ ശ്രദ്ധിക്കുക. വിവാഹമെന്ന ഉടമ്പടി പ്രകാരം ഒരു ഭർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കാൻ കർത്താവിന് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, മാരേജ് ഈസ് എ കവനന്റ്. വിവാഹം ഒരു ഉടമ്പടിയാണ്. ഇവിടെ ഭർത്താവായ ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യ റബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഉൽപ്പത്തി 25-21 ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഓരോ സഹോദരന്മാരും ഭാര്യയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അവർക്ക് ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. ഹല്ലേലൂയ. ഭർത്താവായ ഇസഹാക്ക് തൻ്റെ ഭാര്യ റെബേക്കയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. റെബേക്ക ഗർഭിണിയായി. ഇതുപോലെ യാക്കോബ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ റാഹേലിന് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. ആ ഹൃദയവേദന യാക്കോബ് അറിഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. യാക്കോബ് കണ്ണീരോടെ പ്രാർത്ഥിച്ചു കാണും. എന്താ സംഭവിച്ചത്? ഉൽപ്പത്തിയുടെ പുസ്തകം 30 22-23 വചനങ്ങൾ ശ്രദ്ധിച്ച് പരിശുദ്ധ വചനം പറയുന്നു, ദൈവം റാഹേലിനെ സ്മരിച്ചു, ഓർക്കുകയാണ്. അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേട്ടു, അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. 23 വചനം പറയുന്നു, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ അപമാനം എൻ്റെ ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയാ. വിശ്വസ്തയോടെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ പ്രോമിസ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ തിരുവചന ഭാഗങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഉൽപ്പത്തി 25-21, ഉൽപ്പത്തി 30-22-23, റോമാക്കാർക്കുള്ള ലേഖനം 4 അധ്യായം 18-22 വചനങ്ങൾ, ഹീബ്രു 11:11, 113 സങ്കീർത്തനം 9 വചനം, ജെറമിയ പ്രവചനം 29:6. ഇതെല്ലാം ഈ ദിനത്തിലെ ശുശ്രൂഷകളിൽ പ്രഘോഷിക്കപ്പെട്ട വചനങ്ങളാണ്. ആത്മാവ് നമുക്ക് നൽകിയ വചനങ്ങളാണ്. ഈ വചനങ്ങൾ നിങ്ങൾ വിശ്വാസത്തോടെ ബൈ ഫെയ്ത്തിൽ ക്ലെയിം ചെയ്ത് ഈ പ്രോമീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് റിസീവ് ചെയ്ത് നിങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മുടെ കണ്ണുനീര് മാറ്റും. നമ്മുടെ ഹൃദയത്തിൻ്റെ വ്യതയെ നീക്കം ചെയ്യും. നമ്മളെ സന്തോഷഭരിതരാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ തിരുപ്പിറവിക്കായി ഒരുങ്ങുകയാണ്. ഈ തിരുപ്പിറവിയുടെ തിരുനാൾ ഏറ്റവും ഒരുക്കത്തോടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലും ഒരു പിറവിയുണ്ടാകാൻ കർത്താവ് കരുണ കാണിക്കും. നമ്മുടെ കുടുംബത്തിലും പിറവികളുണ്ടാകാൻ കർത്താവ് കൃപ ചെയ്യും. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക സഹോദരങ്ങളെ. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമേ. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഷെക്കന ന്യൂസിൽ നിങ്ങൾക്ക് 2 ദിവസമോ 3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചക്കാലമൊക്കെ പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ, തിരുസഭയ്ക്ക് വേണ്ടി, ലോക സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി, ഷെക്കന ന്യൂസിൻ്റെ മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി, വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ തീഷ്ണതയോടെ ദിവ്യകാരുണ്യ 24 മണിക്കൂറും പരിശുദ്ധ കുർബാനയുടെ ആരാധനയുണ്ട്. നിങ്ങൾ ദിവ്യകാരുണ്യ ആരാധന മുമ്പിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരമുണ്ട്. സാധിക്കുക കുടുംബമായിട്ടൊക്കെ വരിക.
ഒരു 1-2 ദിവസം ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളത് വരുന്നതിനേക്കാൾ മുമ്പ് അറിയിക്കണമെന്ന് മാത്രം. പറ്റുന്ന സാഹചര്യത്തിൽ ഇവിടെയുള്ള പരിമിതമായ സ്ഥലസൗകര്യത്തിൽ നമുക്ക് താമസിച്ച് നിങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കാം. നമുക്ക് ഒന്നിച്ച് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൽ നിങ്ങളതിനായി വെൽക്കം ചെയ്യുകയാണ്. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ആലയം നിങ്ങൾ കാണുക. ആലയത്തിൽ കർത്താവിൻ്റെ തിരുമുമ്പിലിരുന്ന് നമുക്ക് മധ്യസ്ഥം വഹിച്ച് സഭയ്ക്ക് വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി, അതുപോലെ തന്നെ അനേകം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ കാണുന്നത് ഷെക്കന ന്യൂസിൻ്റെ ദിവ്യകാരുണ്യ ചാപ്പലാണ്, വിശുദ്ധ കുർബാനയുടെ ചാപ്പലാണ്. ഈശോ 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 അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന മരിയൻ ചാപ്പലെ അമ്മയുടെ സന്നിധിയിലിരുന്ന് പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരുപാട് നമ്മെ സഹായിക്കുന്ന ഒരു ചാപ്പലാണ് അമ്മ മാതാവിൻ്റെ ചാപ്പല്. ഈ ചാപ്പലിൽ വന്ന് നിങ്ങൾക്ക് തന്ന നന്മകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്തൊക്കെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് അവിടെ അവസരമുണ്ടായിരിക്കും. അപ്പോൾ ഈശോയുടെ നാമത്തിൽ ഏവരെയും നിങ്ങളെ ഈ മധ്യസ്ഥ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു ഷെക്കന ന്യൂസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളായി ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ മറ്റൊന്നും വിചാരിക്കരുത്. കാരണം പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ സാമ്പത്തികമായ ഞെരുക്കം ഈ നാളുകളിലുണ്ട്. ഞാൻ പറഞ്ഞു 2-3 മാസങ്ങളായിട്ട് വല്ലാത്തൊരു പ്രതിസന്ധിയുണ്ട്. നമുക്കിവിടുത്തെ സാലറികളും അതുപോലെ തന്നെ നമുക്ക് മറ്റ് ചെലവുകളും നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയൊരു ഞെരുക്കത്തിൻ്റെ പീഡ വന്നിട്ടുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ക്യാൻറ്റീൻ വർക്കൊക്കെ നമ്മൾ അതുകൊണ്ട് നിർത്തി വച്ചിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശുശ്രൂഷയെ നിങ്ങൾ സ്നേഹത്തോടു കൂടി നിങ്ങൾ കരം നീട്ടി സ്വീകരിക്കണം. നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയെ മറന്നു പോകരുത്. സാമ്പത്തികമായി കഴിയുന്നത് പോലെ, വിധിയുടെ കൊച്ചു കാശ് പോലെ 500, 1000, 2000 നിങ്ങൾ കഴിയുന്ന പോലെ നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഒത്തിരി ഭാരിച്ച ചെലവുകളുണ്ട്. ഇതെല്ലാം നമുക്ക് മീറ്റ് ചെയ്ത് പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹായം കൊണ്ടും നമ്മുടെ സഹകരണം കൊണ്ട് മാത്രമാണ് പരിശുദ്ധാത്മാവ് ശുശ്രൂഷയെ നയിക്കുന്നത്. നിങ്ങൾ ഉപേക്ഷ കാണിക്കരുത്. സ്നേഹത്തോടു കൂടി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളിതിനെ സഹായിക്കുകയും ചെയ്യുക. ഒപ്പം അനേകരോട് നിങ്ങൾ ഷെക്കന ന്യൂസിനെ കുറിച്ച് പറയുക. ഈ ശുശ്രൂഷകളിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരിക. അത് വലിയൊരു പ്രേക്ഷിത വേലയാണ്. നമ്മുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.